ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാന തന്ത്രം UDF ഒരു മുസ്ലിം അനുകൂല മുന്നണിയാണ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവരുടെ പിറകിൽ എന്നുള്ള പ്രചരണങ്ങളാണ് ഒരു ഭാഗത്ത് CPM അഴിച്ചുവിട്ടിരുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി ഹിന്ദു അനുകൂല വോട്ടുകൾ അടിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രം ഇതിന് പിറകിലുണ്ടോ എന്ന സംശയം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുന്നണി അങ്ങനെ ഒരു മുന്നണിയല്ല, ഒരു ഹിന്ദു വിരുദ്ധ മുന്നണിയല്ല, അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു മുന്നണിയല്ല, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ഒരു മുന്നണിയല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് UDF-ന്റെ ആവശ്യം കൂടിയാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ SDPI അവരൊരു പ്രഖ്യാപനം നടത്തിയത്. അവരുടെ പ്രഖ്യാപനത്തിന്റെ ഉദ്ദേശം തന്നെ തങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ല, മറിച്ച് തങ്ങൾക്ക് BJP വിരോധം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. അവർ പറഞ്ഞത് കേരളത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJP-യുടെ ജയസാധ്യത തടയാൻ വേണ്ടി ഇരു മുന്നണികളും ചേർന്ന് പൊതു സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ തങ്ങൾ ആ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാം എന്നുള്ളതായിരുന്നു. അതായത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ SDPI പിന്തുണയ്ക്കും എന്നുള്ളതായിരുന്നു SDP-യുടെ ഒരു നിലപാട്. അവർ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം BJP വിരോധത്തിന്റെ പേരിൽ തങ്ങളുടെ വോട്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട്, അതായത് എങ്ങനെയായാലും തങ്ങൾക്ക് കിട്ടിക്കൊള്ളും എന്ന രീതിയിൽ ആരും കണക്കാക്കരുത് എന്നുള്ളതായിരുന്നു SDP-യുടെ ഒരു നിലപാട്. ഇത് BJP പ്രധാനമായിട്ടും BJPക്ക് ഏറ്റവും അധികം കേരളത്തിൽ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് നേമവും രണ്ടാമത്തേത് മഞ്ചേശ്വരവും. മഞ്ചേശ്വരത്ത് BJP ചുരുങ്ങിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഒരിക്കൽ 89 വോട്ടിന് പരാജയപ്പെട്ടു, മറ്റൊരു തവണ 715 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. രണ്ടാമത്തെ തവണ BJP-യുടെ 2 തവണയും അവിടെ പരാജയപ്പെട്ടത് BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K. സുരേന്ദ്രനാണ്. ഒരുപക്ഷെ ആദ്യം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പാണ് മത്സരിച്ചിരിക്കുക. എന്തു തന്നെയായാലും BJP വലിയ തോതിൽ അവിടെ സ്വാധീനമുണ്ടാക്കി. 89 വോട്ടിന് തോറ്റ സമയത്ത് അടുത്ത കൊല്ലം ഭൂരിപക്ഷം കൂടിയെങ്കിലും BJPക്ക് കിട്ടിയ വോട്ട് 10,000-ലധികം വോട്ട് BJPക്ക് കൂടുതൽ കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒന്ന് SDP-യുടെ ഈ ഒരു വാദത്തിന് പിറകിൽ അല്ലെങ്കിൽ ഒരു ഭീഷണിക്ക് പിറകിലുള്ള ലക്ഷ്യം എന്താണ്? ഒന്ന്, തങ്ങൾക്ക് വളർന്നു വലുതാകണം, തങ്ങൾക്കും സീറ്റ് കിട്ടണം, BJP വിരോധം കൊണ്ട് അത് തങ്ങൾ സ്വാഭാവികമായും BJP വിരുദ്ധ വോട്ടുകൾ ചെയ്തുകൊള്ളും എന്ന രീതിയിൽ തങ്ങളെ എടുക്കരുത് എന്നുള്ളതാണോ? അതോ ഇത് മുസ്ലിം ലീഗുമായിട്ട് വിലപേശാനുള്ള ഒരു തന്ത്രമാണോ? അതോ അതിനപ്പുറത്ത് മുസ്ലിം ലീഗ് ഒരു SDP-യുടെ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനയാണ്, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും അല്ലെങ്കിൽ SDP പോലത്തെ മുസ്ലിം മതവർഗീയ സംഘടനകളായിരിക്കും UDF-നെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന പ്രചരണം, ആ പ്രചരണം തടയാനുള്ള ഒരു തന്ത്രമാണോ എന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്ക് 2 മണ്ഡലങ്ങളെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ 2 മണ്ഡലങ്ങളുടെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ടാക്ടിക്കൽ വോട്ടിംഗ് നടക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ഒരുപാട് മണ്ഡലങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ഒന്ന് മഞ്ചേശ്വരവും മറ്റൊന്ന് നേമവും. മഞ്ചേശ്വരത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ വോട്ട് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 മുന്നണികൾ തമ്മിൽ മൂന്നാമതൊരു പാർട്ടിയായ അല്ലെങ്കിൽ ഒരു മൂന്നാമത് മുന്നണിയായ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി 2 മുന്നണികൾ തമ്മിൽ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. തന്ത്രപരമായിട്ട് അവർ വോട്ടിംഗ് ചെയ്യുന്നു. അത് മഞ്ചേശ്വരത്ത് ലീഗിനാണ് അല്ലെങ്കിൽ UDF ആണ് അതിന്റെ ഗുണഭോക്താവെങ്കിൽ നേമത്ത് LDF ആണ് അതിന്റെ ഗുണഭോക്താവ് എന്ന് മാത്രം. അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെയൊരു ഘടകവുമുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകം കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മുന്നണികൾ തമ്മിലുള്ള ടാക്ടിക്കൽ വോട്ടിങ്ങിനേക്കാൾ ഉപരിയായി മതപരമായ ഒരു ചേരിതിരിവ് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി
മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷമായിരിക്കാം. അവർ ഒരുമിച്ചിരുന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഇവിടെ CPM-നുള്ള മുസ്ലിങ്ങളും ആർക്ക് വോട്ട് ചെയ്യുന്നു? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നു, BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി. തിരുവനന്തപുരത്ത് നേമത്താണെങ്കിൽ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിം വോട്ട് കിട്ടുന്നത് CPM-നാണ് എന്ന് മാത്രം. നമുക്കറിയാം, ഇപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കോൺഗ്രസിന് മേധാവിത്വമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിയമമണ്ഡലത്തിൽ. അല്ലെങ്കിൽ കോൺഗ്രസ് CPM-നേക്കാൾ മുമ്പിലുള്ള മണ്ഡലങ്ങൾ, വാർഡുകളുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നേമത്ത് അവിടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലത്തിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും UDF-നാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതേസമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും ആർക്ക് കിട്ടുന്നു? LDF-ന് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റിങ്ങിന്റെ പിറകിലുള്ള ഒരു ശക്തി, അത് ഒന്ന് SDP ആണെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. SDP അതിന് പിറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ഉറപ്പാണ്. കാരണം SDP ആണ് വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റ് മുസ്ലിം സംഘടനകളുണ്ട്, ലീഗും അതിനകത്ത് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണ്. കാരണം അപ്പം മുസ്ലിം ലീഗുകാരായ ലീഗിന്റെ വോട്ട് UDF സ്ഥാനാർത്ഥിക്കല്ല കിട്ടുന്നത്, മറിച്ച് LDF സ്ഥാനാർത്ഥിക്കാണ് നേമത്ത് കിട്ടുന്നത്. അതേ സമയത്ത് മുസ്ലിങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ആർക്ക് കിട്ടുന്നു? അവിടെ മുസ്ലിം ലീഗിന് കിട്ടുന്നു. അവർ CPM-നോ LDF-നോ അല്ല വോട്ട് ചെയ്യുന്നത്, അവർ വോട്ട് ചെയ്യുന്നത് UDF-നും മുസ്ലിം ലീഗിനുമാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ മതത്തിനപ്പുറത്ത് പൊളിറ്റിക്സും ഉണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം BJP ജയിക്കാൻ പാടില്ല, മുസ്ലിം ലീഗ് ജയിച്ചാലും കുഴപ്പമില്ല, BJP ജയിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കാസർഗോഡാണെങ്കിലും മഞ്ചേശ്വരത്താണെങ്കിലും കിട്ടുന്നത് മുസ്ലിം ലീഗിനാണ്. അപ്പൊ ഇതൊരു കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു രാഷ്ട്രീയമായ ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത്തവണ SDP പറയുന്നത്, അപ്പൊ അവർ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമല്ല, തങ്ങൾ ആരുടെയും ഭാഗമല്ല എന്ന് വരുത്തി തീർക്കാനാണോ? കാരണം SDP-യും ജമാഅത്തെ ഇസ്ലാമിയും കൂടി നിയന്ത്രിക്കുന്ന ഒരു മുന്നണിയാണ് മുസ്ലിം ലീഗിന്റെ UDF എന്നൊരു ധാരണ തിരുത്താനുള്ള ഒരു തന്ത്രമാണോ ഇത്? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുന്ന സമയത്ത് പരമാവധി വിലപേശാനുള്ള SDP-യുടെ തന്ത്രമാണോ ഇത് എന്നറിയില്ല. എന്തു തന്നെ ആയാലും അവർ പറയുന്നത്, നിങ്ങൾ സ്വതന്ത്രരെ നിർത്തിക്കഴിഞ്ഞാൽ, അതായത് UDF-ഉം LDF-ഉം കൂടി BJP-യെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്വതന്ത്രം നിർത്തിക്കഴിഞ്ഞാൽ തങ്ങൾ പിന്തുണയ്ക്കാം. പക്ഷെ അതൊരു കേരളത്തിന്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ അത് നടക്കില്ല എന്ന് SDP-ക്ക് അറിയാം. അതായത് മുസ്ലിം ലീഗും UDF-ഉം LDF-ഉം ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അത് നേമത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക. അപ്പൊ നേമത്ത് നിർത്തുന്നത് ശിവൻകുട്ടിയാണെങ്കിൽ ആ ശിവൻകുട്ടിയെ പരസ്യമായിട്ട് UDF-ന് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇനി ശിവൻകുട്ടിക്ക് പകരം ഒരു സ്വതന്ത്രം നിർത്തിയാൽ പോലും ആ ഒരു പരീക്ഷണം ശരിയാവില്ല എന്നുള്ളത് അറിയാം. അപ്പൊ അതൊരു പ്രായോഗികമായ നിർദ്ദേശമേ അല്ല. SDP-യുടെ നിർദ്ദേശം എന്ന് പറയുന്നത് പ്രായോഗികമായ നിർദ്ദേശമേ അല്ല. അപ്പോൾ SDP പിന്നെ BJP-ക്ക് സഹായകരമായ രീതിയിൽ അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി 4000-5000 വോട്ടൊക്കെ പിടിക്കൂ, അതും ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇത് തങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇനി അഥവാ SDP-യുടെ നേതൃത്വം അങ്ങനെ ശ്രമിച്ചാൽ പോലും മതന്യൂനപക്ഷങ്ങളുടെ ഒരു മതപരമായ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് അവർ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി കാസർഗോഡും മഞ്ചേശ്വരത്തും പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇവരെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്താണ്? സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ലീഗുകാരോട് SDP-കാർ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളോട് കളിക്കണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളും ചില പോസ്റ്റുകളും ചില കുറിപ്പുകളൊക്കെ തന്നെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. ഇത് എത്രത്തോളം ശരിയാണ്? ഇതൊരു ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനാണോ അല്ല സത്യത്തിൽ എഴുതുന്നതാണോ എന്നിപ്പോ ആർക്കും മനസ്സിലായിട്ടില്ല. ഏതായാലും മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ 89 വോട്ടിനും 715 വോട്ടിനും തോറ്റ ആളാണ്. പക്ഷെ അവിടെ ഡെമോഗ്രാഫിയിൽ കാര്യമായ മതപരമായ ജനസംഖ്യ തലത്തിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. BJP-ക്ക് ഓരോ തവണയും ജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണെന്ന് പറയുന്നു. പക്ഷെ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം K. സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഘടകം. K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുകയാണെങ്കിൽ, കാരണം അദ്ദേഹം മത്സരിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് സംഘടനാപരമായിട്ടുള്ള ചുമതലകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തന്നെ പുതിയ SIR പ്രകാരം നിരവധി വോട്ടുകൾ കർണാടകയിലും കേരളത്തിലും വോട്ടർമാരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ നിരവധി നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ്. അങ്ങനെ വോട്ടർമാരിൽ
മതപരമായി നോക്കുന്ന സമയത്ത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങൾ, ഏതാണ്ട് 10,000-ഓളം ഹിന്ദുക്കളുടെയും 10,000-ഓളം മുസ്ലിങ്ങളുടെയും വോട്ട് അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ചില കേന്ദ്രങ്ങൾ പറയുന്നത് കർണാടകക്കാരായിട്ടുള്ള BJP കിട്ടാവുന്ന അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളൊന്നും തന്നെ സാധാരണഗതിയിൽ കാസർഗോഡ് വന്ന് ചെയ്യാറില്ല. പക്ഷെ മുസ്ലിം വോട്ടുകൾ സ്ഥിരമായിട്ട് ലീഗിന് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡബിൾ വോട്ടിംഗ് നേരത്തെ നടന്നിരുന്നത് ഇത്തവണ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ BJPയുടെ ജയസാധ്യത വർദ്ധിക്കുകയാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ SDPI ഒരു റിസ്ക് എടുത്തുകൊണ്ട്, അതായത് ഞങ്ങൾ പറയുന്ന പോലെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്താത്ത പക്ഷം തങ്ങൾ ഇതാ ഒരു SDPIക്കാരെ നിർത്തുന്നു, നിങ്ങൾ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, BJP ജയിച്ചാലും കുഴപ്പമില്ല, മുസ്ലിം ലീഗ് ജയിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ പരമാവധി വോട്ട് പിടിക്കും, അങ്ങനെ ഒരു പ്രഖ്യാപനത്തോടു കൂടി വോട്ട് പിടിക്കാൻ SDPI തയ്യാറാവുമോ? അത് തയ്യാറാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് SDPI അല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ BJPയെ എങ്ങനെയെങ്കിലൊക്കെ തോൽപ്പിക്കുക എന്നുള്ളതാണ് SDPയുടെ ഒരു നയം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രഖ്യാപനങ്ങൾക്ക് പുല്ലുവില മാത്രമേ പലരും കൽപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഇത് UDF ഒരു മുസ്ലിം അനുകൂല മുന്നണിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണോ എന്നുള്ളതാണ് ഒരു സംശയം. മറുഭാഗത്ത് നേമത്താണെങ്കിൽ, നേമത്ത് നമുക്കറിയാം ഓരോ തവണയും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിൽ കാര്യമായ വർധനവ് വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഏതാണ്ട് 3,700 വോട്ടുകൾക്കാണ് കുമ്മനം രാജശേഖരൻ ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടത്. അതിന് തൊട്ടു മുമ്പ് രാജഗോപാൽ ശിവൻകുട്ടിയെ തോൽപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് കാരണമാണ് അവിടെ BJP പരാജയപ്പെടുന്നത്. കാരണം ഒരു ന്യൂനപക്ഷം പൂർണ്ണമായിട്ട് LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിനെ മറികടക്കാനുള്ള ഒരു കൗണ്ടർ പോളറൈസേഷൻ, ഒരു ഹിന്ദു വിഭാഗത്തിന്റെ ഒരു കൗണ്ടർ പോളറൈസേഷൻ ഉണ്ടായാൽ മാത്രമേ BJPക്ക് നേമത്തെ വിജയിക്കാൻ കഴിയൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ BJP മുന്നിലാണ്. പക്ഷെ അവിടെ ഈ നേമം വാർഡിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു BJPയുടെ തൊട്ടു പിറകിലുണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോഴേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെ സ്വാഭാവികമായും ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ ആരാണോ CPM സ്ഥാനാർത്ഥി അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ചും പരിഗണിക്കാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷമാണ് നേമത്തെ കിട്ടിയത്. പക്ഷെ നേമത്തെ സംബന്ധിച്ചിടത്തോളം, അതിന് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഈ സ്ഥലത്ത് സാമുദായിക ധ്രുവീകരണം എത്രത്തോളം ഉണ്ടാവും, അതിനെ മറികടക്കാനുള്ള കൗണ്ടർ പോളറൈസേഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ രണ്ട് മണ്ഡലങ്ങളിലെയും ജയപരാജയം നിർണ്ണയിക്കും.